ആൾക്കാർ തമാശക്ക് പറയാറില്ലേ, പ്ലേ സ്റ്റുപ്പിഡ് ഗെയിംസ് വിൻ സ്റ്റുപ്പിഡ് പ്രൈസസ് എന്ന് പറയുന്ന പോലെ നമുക്ക് ജയിച്ചാൽ കിട്ടുന്ന സമ്മാനം ഇഷ്ടമാണെങ്കിൽ ഉള്ള കളികളെ കളിക്കാൻ പാടുള്ളൂ. അതായത് കാലണ്ടറൊക്കെ വെച്ച് വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റില്ല. എൻ്റെ അങ്ങനെ ചെയ്യാനാണെങ്കിൽ കഷ്ടപ്പെടണം. പക്ഷെ അധികം ഫൗണ്ടേഴ്സും പറയാറില്ലേ, നമുക്ക് ഇന്ന ബോട്ടിൽ ഇത്ര റവന്യൂ എത്തണം, ഇത്ര വയസ്സിലെത്തുമ്പോൾ നമുക്ക് എക്സിറ്റ് ആവാനോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാം. അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് പോകുന്ന ആളുകളാണ്, അങ്ങനെ ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് മാൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ അങ്ങനെ നോക്കുമ്പോൾ ടൈം വളരെ ലക്ഷറീസ് ആണ് ഈ സ്റ്റാർട്ടപ്പ് വേൾഡിൽ എന്നുള്ള രീതിക്കാണ് ഇപ്പം പ്രോ പറഞ്ഞതിൻ്റെ ഒരു ഫിയോ. അതെ, ചിലപ്പോൾ ചില നല്ല ഫൗണ്ടേഴ്സ് അങ്ങനെ ആയിരിക്കും. നമ്മൾ ആ ലെവലല്ല, അത്രേ ഉള്ളൂ. കുറേ ഇപ്പോൾ ബൈമേഗോഫി തന്നെ ആ സ്പേസിൽ തന്നെ സെക്കൻഡ് ബെസ്റ്റ് പ്ലെയറാണ് ക്രിയേറ്റീവ് ഫണ്ടിങ്ങിൽ. അവിടെ പേട്രിയൻ എന്നുള്ള നമ്പർ 1 പ്ലെയർ ഞങ്ങളെക്കാൾ 100 ഇരട്ടി വലുതാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ ടൈം മാനേജ്മെൻറ്റൊക്കെ സിറാഗ് പറഞ്ഞ പോലെ ചേർന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ലെവൽ എത്തിയത്. പക്ഷെ അതിലുള്ള കഴിവും അതിൻ്റെ ആവശ്യകതയും ചിലപ്പോൾ ഇല്ല. കഴിവില്ലാതെ മാത്രമല്ല, എനിക്കത് നല്ലൊരു വേ ഓഫ് ലൈഫായിട്ട് തോന്നുന്നില്ല. നമ്മൾ അൾട്ടിമേറ്റ്ലി ചെയ്യുന്നതിനാ നമുക്ക് നല്ലൊരു ജീവിതം ജീവിക്കാനും ചുറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ. പിന്നെ എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കലണ്ടർ വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ കുറേ കാലം ചെയ്യും. ഒരു 5 വർഷം കൂടെ ചെയ്ത് ഞാൻ എക്സിറ്റ് അടിച്ചാൽ. ഇപ്പോൾ ബർക്ക്ഷയർ ഹാത്തവേ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വാറൻ ബഫറ്റിൻ്റെയും ചാർലി മങ്കറിൻ്റെയും. അവരുടെ 10-30 വർഷം മുമ്പ് അതേ ടീമാണ് ഇപ്പോഴുള്ളതെന്നാണ് പറഞ്ഞത്. അതേ ടീം അതേ ഓഫീസിൽ വന്ന് അയാൾ അതേ വീട്ടിൽ നിന്ന് വരുന്നു. ഫ്യൂ മില്യൺസ് നിന്ന് അയാൾ 100 കണക്കിന് $1 ബില്യൺ നെറ്റ്വർത്ത് ഉണ്ടായിട്ട് പോലും അയാൾക്ക് വേണ്ട പോലെ ജീവിക്കുന്നത്. അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ട പോലെ ജീവിക്കാനല്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനായി പണിയെടുക്കുന്നത്? ഒരു ആൾക്കാർ തമാശക്ക് പറയാറില്ലേ, പ്ലേ സ്റ്റുപ്പിഡ് ഗെയിംസ് വിൻ സ്റ്റുപ്പിഡ് പ്രൈസസ് എന്ന് പറയുന്ന പോലെ നമുക്ക് ജയിച്ചാൽ കിട്ടുന്ന സമ്മാനം ഇഷ്ടമാണെങ്കിൽ ഉള്ള കളികളെ കളിക്കാൻ പാടുള്ളൂ. അതായത് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ കളി കളിക്കാൻ പോകുന്നത്.